നമ്മളൊരു ട്രയൽ പ്രൊഡക്റ്റ് ആയിരുന്നു, പ്രൊഡക്റ്റിനെ മാറ്റുന്ന സമയമായിരുന്നു. അപ്പോൾ അവർ ലാസ്റ്റ് എപ്പിസോഡിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കും. എന്തായിരിക്കും ആ സ്ക്രിപ്റ്റ്? ആക്ച്വലി നമ്മുടെ വൈബ് അങ്ങ് മാച്ച് ആവുന്നില്ല കേട്ടോ. വൈബ് മാച്ച് ആവാൻ വേണ്ടി ഇത് എങ്ങനെ കൊണ്ടുപോകാനാണ്? എൻ്റെ ലൈഫിലേക്ക് വന്നാൽ നിൻ്റെ ലൈഫും കൂടെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിൻ്റെ ലൈഫ് മോചിപ്പിക്കുവാണേ. എടി എൻ്റെ ഫാമിലി, എനിക്ക് എൻ്റെ ഫാമിലിയുടെ ഏറ്റവും വലിയത്. ഇത് എൻ്റെ ഫാമിലി സമ്മതിക്കുന്ന എനിക്ക് തോന്നില്ല. അതുകൊണ്ട് നമുക്കിത് നിർത്താം. ഇവിടെ തൊട്ട് എനിക്ക് എൻ്റെ എക്സിൻ്റെ ഓർമ്മയുള്ളടി. എക്സിൻ്റെ ഓർമ്മയിൽ വെച്ച് ഇത് എങ്ങനെ കൊണ്ടുപോകാനാ? അടുത്തൊരു ഫ്രഷ് സാധനമല്ലോ, കരിയർ ഫോക്കസ്. ഇവർക്കിത് കഴിഞ്ഞിട്ട് വേണമല്ലോ UPSC എക്സാം എഴുതിയിട്ട് കളക്ടർ ആവാൻ പോവാൻ. നമുക്കല്ലേ അറിയുള്ളൂ അടുത്ത ട്രയൽ പ്രൊഡക്റ്റിനുള്ള ഫോക്കസിന് വേണ്ടി പോകുന്നതായിരിക്കും. അങ്ങനെ ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഇതെല്ലാം നമ്മുടെ തലയിലിട്ടൊരു പോക്കങ്ങ് പോകും. ആക്ച്വലി ഈ ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അറിയത്തില്ലല്ലോ ഇങ്ങനൊരു ഡബിൾ ഡാഡി സിൻഡ്രോം ഒരാളെ ലൈഫിൽ പോയി കളിച്ച വേറൊരു ട്രിപ്പിൾ ഡാഡി സിൻഡ്രോം അവരുടെ ലൈഫിൽ വന്ന് കളിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആമസോൺ പ്രൊഡക്റ്റ് ഒന്നുമല്ല, എന്ത് തോന്നുമ്പോൾ റിട്ടേൺ അടിക്കാനും വാങ്ങാനും. പിന്നെ ഈ ഡബിൾ ഡാഡി സിൻഡ്രോം അല്ലെങ്കിൽ ട്രിപ്പിൾ ഡാഡി സിൻഡ്രോം ഉള്ള ചേട്ടന്മാരോടും ചേച്ചിമാരോടും എനിക്ക് പറയാനുള്ളത്, വേറെ വല്ല പണിക്കും പോയി ജീവിക്കണം.